ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നലെ നമ്മൾ അനലൈസ് ചെയ്തത് സെപ്റ്റംബർ 29 ഓഗസ്റ്റിലെ മാർക്കറ്റ് ആയിരുന്നു. അപ്പോൾ ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ 1 മാർക്കറ്റാണ്. ഓക്കെ, ബോത്ത് നിഫ്റ്റി, സെൻസസ്, ബാങ്ക് നിഫ്റ്റി 3 ഇൻഡെക്സിലെ സെപ്റ്റംബർ 1 മാർക്കറ്റാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അനാലിസിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ ലെവൽസ്, പ്രീവിയസ് ഡേയിലെ മാർക്കറ്റിന്റെ ബിഹേവിയർ ഫസ്റ്റ്, രണ്ടാമത് ലെവൽസ്, മൂന്നാമതാണ് അനാലിസിസ്. ഓക്കെ, ഫസ്റ്റ് തന്നെ ബിഹേവ് നോക്കുവാണെങ്കിൽ 29th മാർക്കറ്റിൽ ഓക്കെ 29th മാർക്കറ്റിൽ പ്രീവിയസ് ഡേയിൽ ഓപ്പൺ ചെയ്ത് 29th ഓപ്പൺ ചെയ്ത് ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് സ്ട്രോങ് ബൈങ് വന്ന് നല്ല മൊമെന്റം തന്ന് ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ നെഗറ്റീവിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സും പിന്നെ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ 29th ഇത് സെൻസെക്സ് ആണ്. ഓക്കെ, സെൻസസിലും ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തിട്ട് 29th നല്ല സ്ട്രോങ് ആയിട്ടൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ നിന്ന് മൊമെന്റം നിന്ന് ക്ലോസിംഗ് പ്രൈസും കട്ട് ചെയ്ത് മുകളിൽ പോയിട്ട് പിന്നെ നെഗറ്റീവിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് പ്രീവിയസ് ഡേയിൽ ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നെഗറ്റീവിലാണ്. സോ ഇതാണ് മാർക്കറ്റ് ബിഹേവിയർ എന്ന് പറയുന്നത്. പ്രീവിയസ് ഡേയിൽ ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്ത് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു, ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ട് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. അത് ഒരു ഐഡിയ എടുത്ത് വെക്കുക. പ്രീവിയസ് ഡേയിൽ ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തിട്ട് ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ മാർക്കറ്റ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. കറണ്ട് ഡേയിൽ മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തിട്ട് ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ മാർക്കറ്റ് നെഗറ്റീവിൽ ഒരു മൊമെന്റം തരുവാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു പ്രീവിയസ് ഡേയിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്ത സെയിം കൈൻഡ് ഓഫ് മൊമെന്റം കറണ്ട് ഡേയിലും തരുവാണെങ്കിൽ മാർക്കറ്റ് ആ ഒരു സൈക്കോളജി മാർക്കറ്റ് എന്ത് ചെയ്യും? അതായത് പ്രീവിയസ് ഡേയിൽ സെല്ലേഴ്സിൽ സൈക്കോളജി ആക്ടിവേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് പോസിറ്റീവ്ലി കറണ്ട് ഡേയിൽ ക്ലോസ് ചെയ്യും. അതുകൊണ്ടാണ് ഈ ഒരു സൈക്കോളജി ഉള്ളതുകൊണ്ടാണ് ബിഹേവിയർ മനസ്സിലാക്കാൻ പറയുന്നത്. അതായത് ഒന്നുകൂടെ ക്ലിയർ ചെയ്യാം. അതായത് പ്രീവിയസ് ഡേയിൽ ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തിട്ട് ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ട് മുകളിൽ ബ്രേക്ക് ചെയ്തിട്ട് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. കറണ്ട് ഡേയിലേക്ക് വരുമ്പോൾ മാർക്കറ്റ് ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഈ ലെവലിൽ ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തിട്ട് ക്ലോസിംഗ് പ്രൈസും കറണ്ട് ഡേയിലെ ക്ലോസിംഗ് പ്രൈസും ബ്രേക്ക് ചെയ്തിട്ട് ഒരു നെഗറ്റീവ് മൊമെന്റം തരുവാണെങ്കിൽ കൈൻഡ് ഓഫ് ഈ ഒരു സെയിം കൈൻഡ് ഓഫ് മൊമെന്റം പ്രീവിയസ് ഡേയിലെ ഓപ്പണിംഗിൽ തന്ന സെയിം കൈൻഡ് ഓഫ് മൊമെന്റം തരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? തീർച്ചയായിട്ടും വിത്ത് കൺഫർമേഷൻ നമുക്ക് ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ കിട്ടിയാൽ നമുക്ക് കോൾ സൈഡ് എൻട്രി എടുക്കാം. കാരണം പ്രീവിയസ് ഡേയിലെ മാർക്കറ്റ് പ്രീവിയസ് ഡേയിലെ സൈക്കോളജി കറണ്ട് ഡേയിലെ വർക്ക് ആവില്ല. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഡേയിലെ സൈക്കോളജി മാർക്കറ്റ് തന്നതുകൊണ്ട് തന്നെ കറണ്ട് ഡേയിൽ അതേ സൈക്കോളജി തരുവാണെങ്കിൽ അല്ല അതേ സെയിം മൊമെന്റം തരുവാണെങ്കിൽ ആ മൊമെന്റം വർക്ക് ആവില്ല. ആ മാർക്കറ്റ് എന്ത് ചെയ്യും? റിവേഴ്സ് പോവും, കോൾ സൈഡിൽ നല്ല മൊമെന്റം തരും. അങ്ങനെ പ്രീവിയസ് ഡേയിലെ സെല്ലേഴ്സ് എന്ത് ചെയ്യും? ആക്ടിവേറ്റ് ആവും. സോ പ്രീവിയസ് ഡേയിലെ സെല്ലേഴ്സിന്റെ സൈക്കോളജി ആക്ടിവേറ്റ് ആകുമ്പോഴേക്കും മാർക്കറ്റ് എന്ത് ചെയ്യും? മാർക്കറ്റ് കോൾ സൈഡ് അല്ലെങ്കിൽ മുകളിലേക്ക് നല്ല മൊമെന്റം തരും. സോ അതാണ് റിവേഴ്സ് വരും. അതാണ് ബിഹേവിയറിന് മനസ്സിലാക്കുന്നുണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് പ്രീവിയസ് ഡേയിൽ. ഓക്കെ, അതുകൊണ്ടാണ് ആ ഒരു സൈക്കോളജി ഉള്ളതുകൊണ്ടാണ് ബിഹേവിയർ പ്രീവിയസ് ഡേയിൽ ബിഹേവിയർ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണ്. ബിഹേവിയർ മനസ്സിലാക്കി പ്രീവിയസ് ഡേയിൽ ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്ത് ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ചെയ്ത് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. സെൻസസിലും ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്ത് ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ചെയ്ത് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തു ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ചെയ്ത് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. ബോത്ത് ഇൻഡെക്സ് ഒരേപോലെയാണ്, സെയിം മൊമെന്റം ആണ് പ്രീവിയസ് ഡേയിൽ നമുക്ക് തന്നിരിക്കുന്നത്. സോ നിഫ്റ്റിയിലേക്ക് കിടക്കാം. നിഫ്റ്റിയിൽ ഓരോ ലെവൽസും മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഡേ ഹൈ മാർക്ക് ചെയ്തു, റൗണ്ട് നമ്പർ മാർക്ക് ചെയ്തു, പ്രീവിയസ് ഡേയിലെ ബൗൺസിംഗ് ലെവൽ മാർക്ക് ചെയ്തു, അതുപോലെ തന്നെ പ്രീവിയസ് ഡേയിലെ എക്സ്റ്റൻഡഡ് ബൗൺസിംഗ് ലെവൽ മാർക്ക് ചെയ്തു. അത് എക്സ്റ്റൻഡഡ് ബൗൺസിംഗ് ലെവൽ എന്താന്ന് പറഞ്ഞാൽ ഇവിടെയാണ് മാർക്കറ്റ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു ലെവലിലാണ് മാർക്കറ്റ് മാക്സിമം ഹോൾഡ് ചെയ്തിരിക്കുന്നത്. കണ്ടോ? ഇവിടുന്ന് വന്നു, റിവേഴ്സ് ആയി, ഇവിടുന്ന് വന്നു, പിന്നെ ഇത് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോയിട്ട് വീണ്ടും മാർക്കറ്റ് താഴത്തേക്ക് വന്നു. അത് വൺസ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത ടൈമിൽ ഈ ഒരു ലെവല്, അതായത് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. അതായത് ഈ ഒരു ലെവല് അതായത് ഇവിടെയാണ് മാർക്കറ്റ് എന്ത് ചെയ്തിരിക്കുന്നത്? സസ്റ്റെയിൻ ചെയ്തിരിക്കുന്നത് അല്ലെ? ഇവിടെയാണ് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതായത് മാർക്കറ്റ് ഓപ്പണിംഗ് തന്നെ നല്ലൊരു മൊമെന്റം തന്നു,
റിവേഴ്സ് വന്നു, വീണ്ടും റിവേഴ്സായി, പിന്നെ മാർക്കറ്റ് ഒരുപാട് നേരം ഹോൾഡ് ചെയ്തു, നിയർ ബൈ വന്നു, വീണ്ടും റിവേഴ്സായി, വീണ്ടും വന്നു, വീണ്ടും ചെറുതായിട്ട് റിവേഴ്സായി, പിന്നെ മാർക്കറ്റ് ആ ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും റിവേഴ്സ് ആയിട്ട് പിന്നെ കംപ്ലീറ്റ്ലി ആ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് അതുകൊണ്ടാണ് ഈ ലെവൽ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ട് മാറ്റിയിരിക്കുന്നത്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇവിടെ ഹോൾഡ് ചെയ്ത ലെവല് വൺസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ നിന്ന് റിവേഴ്സ് ആയി. സോ ഈ ലെവല് വാലിഡ് അല്ല. സോ ഈ ലെവൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരും. ഇവിടുന്നാണ് മാർക്കറ്റ് പിന്നെ റിവേഴ്സ് അയക്കുന്നത്. അതുകൊണ്ട് ഈ ലെവൽ എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ കൊണ്ടുവരും. എന്നിട്ട് വൺസ് ഈ ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്യുമ്പോഴേക്കും ഇതാണ് അടുത്ത എന്ത് ചെയ്യുന്നത്. അതായത് കറന്റ്ലി ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്നിടം വരെ ഇതായിരുന്നു സ്ട്രോങ് ആയിട്ടുള്ള ബൗൺസിംഗ് ലെവൽ. വൺസ് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ നിന്ന് ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് അയക്കുന്നതുകൊണ്ട് പിന്നെ എക്സ്റ്റെൻഡഡ് ബൗൺസിംഗ് ലെവൽ ഇതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ലെവൽ ക്ലോസ് ചെയ്തിട്ട് സെല്ലേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തേക്കുന്നത്, ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ എക്സ്റ്റെൻഡഡ് ബൗൺസിംഗ് ലെവൽ ഇതാണ്, അത് മാർക്ക് ചെയ്തു. ഇങ്ങനെയാണ് എക്സ്റ്റെൻഡഡ് ബൗൺസിംഗ് ലെവൽ മാർക്ക് ചെയ്യുന്നത്. പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള എക്സ്റ്റെൻഡ് ഒന്നും ചെയ്യാത്തൊരു ബൗൺസിംഗ് ലെവൽ മാർക്കറ്റിലുണ്ട്. ഇത് ഈ കാണുന്നത്, ഈ കാണുന്നതൊരു സ്ട്രോങ് ആയിട്ടുള്ള ബൗൺസിംഗ് ലെവൽ. ഇവിടെ നല്ലൊരു മൊമെന്റ് തന്നു, മാർക്കറ്റ് നല്ലൊരു മൊമെന്റ് തന്നിട്ടുണ്ട്. ഇവിടുത്തെ സെല്ലേഴ്സിനെ മാർക്കറ്റ് ക്ലിയർ ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് ഇവിടുത്തെ സെല്ലേഴ്സിനെ മാർക്കറ്റ് ക്ലിയർ ചെയ്തിട്ടില്ലെന്ന് പറയുന്നത്, ഫിബൊനാച്ചി റിട്രേസ്മെന്റ് എടുക്കുക. ഈ ടോപ്പ് ടു ബോട്ടം വരെ മാർക്ക് ചെയ്യുക. ടോപ്പ് ടു ബോട്ടം വരെ മാർക്ക് ചെയ്യുമ്പോഴേക്കും ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടം വരെയുള്ള മൊമെന്റത്തിൽ 50% റീട്രേസ്മെന്റ് തന്നിട്ടില്ല. കാരണം ഇവിടെ എടുക്കുവാണെങ്കിലും 50%, കാരണം ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ നിന്ന് വന്നിട്ട് ഇത് കണ്ടോ, ഇവിടുന്ന് ഒരു ബൗൺസ് നടന്നിട്ടുണ്ട്. ഈ ഒരു ലെവലിൽ നിന്ന് ഈവൻ ദോ ഈ ഒരു ലെവലിൽ നിന്ന് കണ്ടോ, ഈ ഒരു ലെവലിൽ നിന്ന് ചെറുതായിട്ടൊരു ബൗൺസിങ്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ നിന്ന് എന്താ ഈ ഒരു ലെവലിൽ നിന്ന് റിവേഴ്സ് ആയിട്ട് മാർക്കറ്റ്, അതായത് ഈ എക്സ്റ്റെൻഡഡ് ചെയ്തേക്കുന്ന ഈ ബൗൺസിംഗ് ലെവലിൽ നിന്ന് റിവേഴ്സ് ആയിട്ട് ഈ 50%ന്റെ അടുത്ത് പോലും റീട്രേസ്മെന്റ് വന്നിട്ടില്ല. സോ ഇവിടുത്തെ സെല്ലേഴ്സ് സ്റ്റിൽ ആക്ടിവേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എവിടം വരെയാണോ വന്നേക്കുന്നത് അവിടം വരെ നമ്മൾ എന്ത് ചെയ്യും, ഫിബൊനാച്ചി റീട്രേസ്മെന്റ് എക്സ്റ്റെൻഡ് ചെയ്താൽ പോലും ഇവിടുന്ന് സെല്ലേഴ്സിനെ മാർക്കറ്റ് ക്ലിയർ ചെയ്തിട്ടില്ല. ഉണ്ടോ, ഈ ഒരു മൊമെന്റം നോക്കുവാണെങ്കിൽ ഇവിടുന്ന് സെല്ലേഴ്സിനെ മാർക്കറ്റ് ക്ലിയർ ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് ഇവിടുത്തെ സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആണ്. ഈ ഒരു പർട്ടിക്കുലർ ലെവലില് സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആണ്. ഇവിടെ സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആണ്, സ്റ്റിൽ ആക്ടിവേറ്റ് ആണ്. ഈ ഒരു പർട്ടിക്കുലർ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ സെല്ലേഴ്സ് അവൈലബിൾ ആണ്. സോ അവിടെ സെല്ലേഴ്സ് ഉണ്ട്. ഈവൻ ദോ റൗണ്ട് നമ്പേഴ്സ് ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് ആ ലെവൽ ബ്രേക്ക് ചെയ്തേക്കുന്നത്. പക്ഷെ റൗണ്ട് നമ്പേഴ്സിന്റെ മുകളിൽ സെല്ലേഴ്സ് ആക്ടിവേറ്റ് അല്ല. കാരണം അവിടുത്തെ സെല്ലേഴ്സിന് മാർക്കറ്റ് ഇതിനെ പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു പർട്ടിക്കുലർ ലെവലിന്റെ എക്സ്റ്റെൻഡഡ് ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ പോലും ഇവിടുത്തെ സെല്ലേഴ്സ് മാർക്കറ്റ് എന്ത് ചെയ്തു, സ്റ്റോപ്പ് ലോസ് ക്ലിയർ ചെയ്തിട്ടില്ല. സോ നമുക്ക് 24,500 നിന്ന് ബ്രേക്ക് ചെയ്തേക്കുന്ന സെല്ലേഴ്സ് സ്റ്റിൽ ആക്ടിവേറ്റ് ആണ്. സോ അവിടെ സെല്ലേഴ്സ് ഉണ്ട്. 24,000, അതായത് 24,000 ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു, താഴത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ 50% റീട്രേസ്മെന്റ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവിടുത്തെ സ്റ്റിൽ സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആണ്, അവിടെ സെല്ലേഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ, അത് ക്ലിയർ ആണ്. അതായത് നിഫ്റ്റിയിൽ സെല്ലറിനെ ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് മുകളിൽ അവൈലബിൾ ആണ്. ഓക്കെ, ക്ലിയർ. സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് മുകളിൽ അവൈലബിൾ ആണ്. 50% റീട്രേസ്മെന്റ്, ഈ ഒരു സ്ട്രോങ് മൊമെന്റത്തിൽ 50% റീട്രേസ്മെന്റ് കൊടുത്തിട്ടില്ല. കൂടാതെ 24,500 നിന്നും സെല്ലേഴ്സ് ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ നിന്ന് സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആകും. ഈവൻ ദോ ഈ ലോ ക്ലിയർ ചെയ്ത് ഈ ഒരു, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഒരു റൗണ്ട് നമ്പർ ഉണ്ടെങ്കിൽ ആ റൗണ്ട് നമ്പറിന്റെ താഴെ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഒരു ബൗൺസിംഗ് ലെവൽ ഉണ്ടെങ്കിൽ ആ ബൗൺസിംഗ് ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും അവിടുത്തെ സെല്ലേഴ്സിന് ഇനഫ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അവർ എക്സിറ്റ് ചെയ്ത് അവരെ മാർക്കറ്റ് പിന്നെ ടാർഗറ്റ് ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആ ഒരു സിനാരിയോ വർക്ക് ആവുന്നെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എന്ത് ചെയ്യും, അവർക്ക് 50%-നും എബോവ് റീട്രേസ്മെന്റ് തന്നിട്ട് മാർക്കറ്റ് ആ ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇവിടുത്തെ സെല്ലേഴ്സിനെ പിന്നെ മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യത്തില്ല, അവർ എക്സിറ്റ് ചെയ്യിപ്പിക്കത്തില്ല എന്ന് പറയുന്നത്. ഇവൻ ദോ അതൊരു സ്ട്രോങ് മൊമെന്റം ആണെങ്കിൽ ഓക്കെ, ഹെവി മൊമെന്റത്തിലാണെങ്കിൽ മാർക്കറ്റ് ട്രാവൽ ചെയ്യാൻ ഒരുപാട് സ്പേസ് ഉണ്ടെങ്കിൽ മാർക്കറ്റ് എപ്പോഴും ആ ഒരു സിനാരി വരുമ്പോഴും മാർക്കറ്റ് ഇവിടുത്തെ ഈ ഒരു പർട്ടിക്കുലർ ലെവലിലെ സെല്ലേഴ്സിനെ മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യില്ല. ഓക്കെ, ഒന്നും കൂടെ ക്ലിയർ ചെയ്യാം. അതായത് മാർക്കറ്റ് ഒരു സ്വിങ് ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും, ആ സ്വിങ് ബ്രേക്ക് ചെയ്തു. പക്ഷെ ഈ റൗണ്ട് നമ്പർ ഇവിടെ ഉണ്ട്. ഓക്കെ, ഈ റൗണ്ട് നമ്പർ, ഈ ഒരു ഇതാണ് സ്വിങ്, ഇതാണ് റൗണ്ട് നമ്പർ.
ഓക്കെ, ഈ റൗണ്ട് നമ്പർ ബ്രേക്ക് ചെയ്യുമ്പോഴേക്കും ഇത് ഡയറക്ട്ലി ഇവിടുന്ന് ബ്രേക്ക് ചെയ്തേക്കുന്നത് അതുകൊണ്ട് ഇവിടെ സെല്ലേഴ്സ് അവൈലബിൾ ആണ്. സോ ഡയറക്ട്ലി ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ഒരു റീട്രേസ്മെന്റ് ഒരു 50%നും അടുത്ത് റീട്രേസ്മെന്റ് തന്നിട്ടാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എന്താണ്, ഇവിടെ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ അല്ല. പക്ഷെ ഇത് ഡയറക്ട്ലി ബ്രേക്ക് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ട് ലെവലും ഡയറക്ട്ലി ബ്രേക്ക് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. കാരണം അവിടെ അവരെ സെല്ലേഴ്സിനെ എക്സിറ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല, അല്ലെ പാനിക് ആക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ അവൈലബിൾ ആയിരിക്കും. പക്ഷെ ഈ ഒരു സിനാരിയോയിൽ ഹെവി മൊമെന്റം ആണെങ്കിൽ, നല്ല ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മൊമെന്റത്തിൽ നിന്നാണ് ഈ ഒരു സെല്ലേഴ്സിന്റെ മൊമെന്റം വന്നേക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ സെല്ലേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തേക്കുന്നെങ്കിൽ മാർക്കറ്റിന് ട്രാവൽ ചെയ്യാൻ ഒരുപാട് സ്പേസ് വേണ്ടി വരുന്ന ടൈമിൽ മാർക്കറ്റ് ആ സെല്ലേഴ്സിനെ ടാർഗറ്റ് ചെയ്യില്ല. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ മാർക്കറ്റിന് ട്രാവൽ ചെയ്യാൻ അധികം സ്പേസിന്റെ ആവശ്യമില്ല. ഇവിടെ ചെറിയൊരു മൊമെന്റം മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ. ചെറിയൊരു ട്രാവൽ മാത്രമേ മാർക്കറ്റ് ഇവിടെ നടത്തിയിട്ടുള്ളൂ. അത് കൂടാതെ തന്നെ ഇവിടെ മാർക്കറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ലെവല്. ഈ ഒരു പർട്ടിക്കുലർ ലെവൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഈ ലെവൽ ഡയറക്ട്ലി ആണ് ബ്രേക്ക് ചെയ്തേക്കുന്നത്. ഫിബൊനാച്ചി റീട്രേസ്മെന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 50% റീട്രേസ്മെന്റ് തന്നിട്ടില്ല. സോ സെല്ലേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ സെല്ലേഴ്സ് അവൈലബിൾ ആണ്. അവരുടെ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ക്ലിയർ ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് മാർക്കറ്റ് അവരുടെ സ്റ്റോപ്പ് ലോസ് ക്ലിയർ ചെയ്യും. അപ്പം മാർക്കറ്റ് ക്ലിയർ ആണ്. നിഫ്റ്റിയിൽ സെല്ലേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ എക്സ്റ്റെൻഡ് ബൗൺസിംഗ് ലെവലിന്റെ താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെല്ലേഴ്സ് അവൈലബിൾ ആണ്. റൗണ്ട് നമ്പർ 24,500ന്റെ താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഡയറക്ട്ലി ആണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈവൻ ദോ 50 to 60% പോലും റിട്രേസ്മെന്റ് തന്നിട്ടില്ല. സോ ഇവിടെ സെല്ലേഴ്സ് അവൈലബിൾ ആണ്. സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ക്ലിയർ ആയിട്ട് അവൈലബിൾ ആണ്. നിഫ്റ്റിയിൽ ക്ലിയർ ആയിട്ട് അവൈലബിൾ ആണ്. ഓക്കെ, അടുത്ത സെൻസസ് നോക്കാം. സെൻസസ് നോക്കിക്കഴിഞ്ഞാൽ സെയിം കൈൻഡ് ഓഫ് മൊമെന്റം ആണ്. അതായത് മാർക്കറ്റ് എന്ത് ചെയ്തു, ഡയറക്ട്ലി മാർക്കറ്റ് എക്സ്റ്റൻഡഡ് ലെവൽ ക്ലോസ് ചെയ്ത് എക്സ്റ്റൻഡഡ് ലെവലിന്റെ അല്ലെങ്കിൽ എക്സ്റ്റൻഡഡ് ബൗൺസിംഗ് ലെവലിന്റെ താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഫിബൊനാച്ചി റീട്രേസ്മെന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ ഈ ഒരു ബൗൺസിംഗ് ലെവലിൽ നിന്ന് മാർക്കറ്റ് 50% റീട്രേസ്മെന്റ് കൊടുത്തിട്ടില്ല. സോ താഴെ നോക്കുവാണെങ്കിൽ 50 to 60% റീട്രേസ്മെന്റ് കൊടുത്തിട്ടില്ല. സോ ഇവിടെ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ് സെൻസെക്സിൽ. കാരണം എന്ന് പറയുന്നത് മാർക്കറ്റ് റീട്രേസ്മെന്റ് തന്നിട്ടില്ല, അല്ലെങ്കിൽ ഡയറക്ട്ലി ആണ് മാർക്കറ്റ് എന്ത് ചെയ്തേക്കുന്നത്. ഇവിടുന്ന് ഡയറക്റ്റ് മൊമെന്റം ആണ്. ഇവിടെ ഡയറക്റ്റ് മൊമെന്റം നിന്നേക്കുന്നത് ഇവിടെ സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആണ്, ഇവിടെ സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആണ്. ഇവിടെയൊക്കെ സെല്ലേഴ്സിന്റെ 2 ലെവൽ ഓഫ് സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ബോത്ത് നിഫ്റ്റിയിലും സെൻസസിലും അവൈലബിൾ ആണ്. സോ അടുത്ത ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഇതാണ് ബൗൺസിംഗ് ലെവൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുള്ള ബൗൺസിംഗ് ലെവലാണ്. എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബൗൺസിംഗ് ലെവലിന്റെ താഴെയാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ചെറുതായിട്ട് മാർക്കറ്റ് മുകളിൽ വന്നിട്ട് ഒരു കൺസോൾട്ടേഷനിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. സോ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ബാങ്ക് നിഫ്റ്റിയിലും സെല്ലേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് 1 ലെവലിൽ ബാങ്ക് നിഫ്റ്റി സെല്ലേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ ശരിക്കും നമ്മൾ ക്ലിയർ കട്ട് ആയിട്ട് നോക്കുവാണെങ്കിൽ ഈ ഒരു ഇവിടുന്ന് നോക്കുവാണെങ്കിൽ ഇവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടുന്ന് ഇവിടം വരെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കുവാണെങ്കിൽ മാർക്കറ്റ് 50 to 60% റീട്രേസ്മെന്റ് വന്നിട്ടാണ് താഴത്തേക്ക് വന്നേക്കുന്നത്. സോ അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ലെവലിൽ സെല്ലേഴ്സ് ഇല്ല. ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ നിന്ന് സെല്ലിങ് വന്നേക്കുന്ന എവിടെയാണോ ഇവിടെയും ക്ലിയർ ചെയ്തിട്ടുണ്ട്. സോ എവിടെയാണോ ക്ലിയർ ചെയ്യാതെ ഡയറക്ട്ലി സെല്ലിങ് വന്നേക്കുന്നത്, ഇവിടെ ഇത് കണ്ടോ, ഇവിടെ ഈ റീട്രേസ്മെന്റിൽ ഇവിടെ ക്ലിയർ ആക്കിയിട്ടുണ്ട് സെല്ലേഴ്സിനെ. സോ നമ്മൾ എവിടെ നിന്നാണോ സെല്ലിങ് വന്നേക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ ലെവൽ ടു ലെവൽ നോക്കുവാണെങ്കിൽ ഇവിടെ നിന്നാണ് പിന്നെ സെല്ലിങ് വന്നേക്കുന്നത്. ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടം വരെ എടുക്കുമ്പോഴേക്കും ഇവിടെ റീട്രേസ്മെന്റ് 50% റീട്രേസ്മെന്റ് വന്നിട്ടുണ്ട്. ഇവിടുന്ന് ഇവിടം വരെ എടുക്കുവാണെങ്കിൽ 50% റീട്രേസ്മെന്റ് വന്നിട്ടുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ നിന്ന് പിന്നെ റിവേഴ്സ് അയക്കുന്ന പോയിന്റ് എടുക്കുവാണെങ്കിൽ അവിടെ 50% റീട്രേസ്മെന്റ് തന്നിട്ടില്ല. സോ എക്സ്റ്റെൻഡ് ചെയ്താലും റീട്രേസ്മെന്റ് തന്നിട്ടില്ല, ഇവിടെയും റീട്രേസ്മെന്റ് തന്നിട്ടില്ല. സോ ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ സെല്ലേഴ്സിന്റെ ഇവിടെ ടു ഈ ടോപ്പ് ടു ബോട്ടം വരെ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. കാരണം വെച്ചാൽ ഇവിടെ ഡയറക്ട്ലി ആണ് മാർക്കറ്റ് മൊമെന്റം നിന്നേക്കുന്നത്. സ്ട്രെയിറ്റ് മൊമെന്റം ആണ്.
ഒരു പ്രോപ്പർ റീട്രേസ്മെന്റ് ഇവിടുന്ന് തന്നിരുന്നെങ്കിൽ ഈ ഒരു ടോപ്പ് ടു ബോട്ടം വരെ എടുക്കുവാണെങ്കിൽ 50% എബോവ് റീട്രേസ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ സെല്ലേഴ്സ് പാനിക് ആയിട്ടുണ്ട്, അവർ എക്സിറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാം. പക്ഷെ ഇവിടുന്ന് ഡയറക്ട്ലി മാർക്കറ്റ് മൊമെന്റ് നിന്ന് ഈ ഒരു ബൗൺസിംഗ് ലെവൽ ബ്രേക്ക് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഈ പർട്ടിക്കുലർ ലെവലിൽ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. അപ്പൊ ബാങ്ക് നിഫ്റ്റിയിലും ടു ലെവലിൽ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. സോ അത് ക്ലിയർ. ബോത്ത് ബാങ്ക് നിഫ്റ്റി 2 ലെവൽ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആയിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിന്റെ ഓപ്പണിംഗ് നോക്കാം. ബോത്ത് ലെവൽ 2 ലെവൽ സെല്ലേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ബോത്ത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ്. നിഫ്റ്റിയും സെൻസെക്സും ബാങ്ക് നിഫ്റ്റിയും സെല്ലേഴ്സിനെ 2 ലെവൽ ഓഫ് സെല്ലേഴ്സിനെ ക്ലോസിംഗ് തന്നെ പ്രീവിയസ് ഡേയിൽ ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓപ്പണിംഗ് നോക്കാം. സോ ഓപ്പണിംഗ് തന്നെ സെല്ലേഴ്സിനെ ആക്ടിവേറ്റ് വീണ്ടും സെല്ലേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോൾ സൈഡ് പോകാം. അതായത് ഈ ഓപ്പണിംഗ് തന്നെ വീണ്ടും സെല്ലേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് താഴത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് കോൾ സൈഡ് പോകാം. പക്ഷെ ഇവിടെ നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ മാർക്കറ്റ് ഡയറക്റ്റ്ലി ഒരു മൊമെന്റം ആണ് തന്നിരിക്കുന്നത്. കുറച്ചുകൂടെ സൂം ഔട്ട് ചെയ്യാം. അതായത് പിന്നെ മാർക്കറ്റ് തന്നിരിക്കുന്നത് ബോത്ത് നിഫ്റ്റി ആയിക്കോട്ടെ, സെൻസസ് ആയിക്കോട്ടെ, ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ, 3 ഇൻഡെക്സ് ഒരേപോലെ 2 ലെവൽ ഓഫ് സെല്ലേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചേക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇതിനു മുമ്പ് അനലൈസ് ചെയ്ത മാർക്കറ്റ് അതുപോലെ തന്നെയാണ്. ബോത്ത് 3 ഇൻഡെക്സ് ഒരേപോലെ സെല്ലേഴ്സിനെ അറ്റ്ലീസ്റ്റ് ഒരു 2 ലെവൽ അല്ലെ 3 ലെവൽ സെല്ലേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് മൊമെന്റം തരും മാർക്കറ്റ്. ഇതുപോലെ ഈ ഒരു മൊമെന്റം തന്നിരിക്കുന്നത് ഡയറക്റ്റ്. ഈ ഒരു മൊമെന്റം മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് ഡയറക്റ്റ്ലി മുകളിലേക്ക് തന്നെ പോകും. സോ ഇവിടെ ട്രേഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ മാർക്കറ്റിൽ നമുക്ക് എന്താ പറയുക, ഇവിടെ വേറെ ട്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്കില്ല. കാരണം വെച്ചാൽ മാർക്കറ്റ് ഡയറക്റ്റ്ലി തന്നെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലും മൊമെന്റം മുകളിലേക്ക് തന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിവിടെ എൻട്രി വരുന്നില്ല ആക്ച്വലി. കാരണം നമുക്ക് ഇവിടെ എൻട്രി വരുന്നതെന്ന് വെച്ചാൽ ഓൾറെഡി 2 ലെവൽ ഓഫ് സെല്ലേഴ്സിനെ പ്രീവിയസ് ഡേയിൽ നിഫ്റ്റി, സെൻസസ്, ബാങ്ക് നിഫ്റ്റി ആക്ടിവേറ്റ് ചെയ്യിച്ചതുകൊണ്ട് തന്നെ കറന്റ് ഡേയിൽ വീണ്ടും സെല്ലേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുകയാണെങ്കിൽ നമുക്ക് വിത്ത് കൺഫർമേഷൻ നമുക്ക് കോൾ സൈഡ് പോകാം. പക്ഷെ ഇവിടെ മാർക്കറ്റ് ഡയറക്ട്ലി എന്ത് ചെയ്യുവാണ്, ആ 2 ലെവൽ ഓഫ് സെല്ലേഴ്സിനെ ഹണ്ട് ചെയ്യുവാണ്. ഓക്കെ, ഡയറക്ട്ലി ഈ മൊമെന്റ് സ്ട്രോങ് മൊമെന്റ് നമ്മൾ 2 ലെവൽ ഓഫ് സെല്ലേഴ്സിനെ ഹണ്ട് ചെയ്യുവാണ്. സോ നമുക്ക് ഇപ്പോൾ ട്രേഡ് എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം നമുക്ക് 2 ലെവൽ ഓഫ് കൺഫർമേഷൻ ആയിട്ടുള്ളൂ. നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ലെവൽ ഓഫ് കൺഫർമേഷൻ, നമുക്ക് എൻട്രി എടുക്കാനുള്ള ഒരു സ്പേസ് ആണ് വേണ്ടത്. പക്ഷെ ഇവിടെ മാർക്കറ്റ് തന്നിട്ടില്ല. ഡയറക്ട്ലി സ്ട്രോങ് ക്യാൻഡിൽ തന്നിട്ട് സെല്ലേഴ്സിനെ എക്സിറ്റ് ചെയ്യിപ്പിച്ചു. സോ സെല്ലേഴ്സിന് ഇവിടെ എന്താണ്, അതായത് മാർക്കറ്റ് നോക്കുവാണെങ്കിൽ ഫിബൊനാച്ചി റിട്രേസ്മെന്റ് നോക്കാം. ഈ ഒരു ലെവലിൽ നിന്ന് ഈ ഒരു ലെവൽ എടുക്കുവാണെങ്കിൽ ഇത് ഉണ്ടാവും. ഇവിടെ ബ്രേക്ക് ചെയ്ത് സെല്ലേഴ്സിനെ എക്സിറ്റ് ചെയ്യിപ്പിച്ചു. സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്യും. പിന്നെ മാക്സിമം സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഈ ലെവലിന്റെ ഹൈ ആണ്. സോ മാർക്കറ്റിൽ വെയിറ്റ് ചെയ്യുക അടുത്തൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി. ഈ ഒരു സ്ട്രോങ് ക്യാൻഡിൽ കണ്ടുകൊണ്ട് തന്നെ ഇവിടുന്ന് ബയേഴ്സ് ആക്ടിവേറ്റ് ആകും. സോ ഇവിടുന്ന് ക്ലോസിംഗ് പ്രൈസിൽ നിന്ന് ബയേഴ്സ് ആക്ടിവേറ്റ് ആകും. അതുപോലെ തന്നെ സ്ട്രോങ് ക്യാൻഡിൽ കണ്ടുകൊണ്ട് ബയേഴ്സ് ആക്ടിവേറ്റ് ആകും. ഈ ക്ലോസിംഗ് പ്രൈസിൽ നിന്ന് ബയേഴ്സ് ആക്ടിവേറ്റ് ആകും. അതുപോലെ തന്നെ ഈ സ്ട്രോങ് ക്യാൻഡിൽ കണ്ടുകൊണ്ട് ബയേഴ്സ് ആക്ടിവേറ്റ് ആകും. അതുപോലെ തന്നെ 24,500 ബ്രേക്ക് ചെയ്യുമ്പോഴേക്കും ബയേഴ്സ് ആക്ടിവേറ്റ് ആകും. പിന്നെ ഈ ഒരു പർട്ടിക്കുലർ ലെവലില്ല, ഈ ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോഴേക്കും ബയേഴ്സ് ആക്ടിവേറ്റ് ആകും. പക്ഷെ പ്രീവിയസ് ഡേയിൽ സെല്ലേഴ്സിനെയാണ് മാർക്കറ്റ് എന്ത് ചെയ്തേക്കുന്നത്, ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കറണ്ട് ഡേയിൽ ഈ മാക്സിമം 3 ലെവൽ ഓഫ് കൺഫർമേഷൻ കിട്ടിയാൽ പോലും പ്രീവിയസ് ഡേയിൽ സെല്ലേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. സോ മാർക്കറ്റ് കുറച്ചുകൂടെ മൊമെന്റം മുകളിലേക്ക് തരാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഈവൻ മൾട്ടിപ്പിൾ അങ്ങനത്തെ ഒരു സിനാരിയോയില് പ്രീവിയസ് ഡേയിൽ 3 ഇൻഡെക്സും ഒരേപോലെ സെല്ലേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സിനാരിയോയില് നമുക്ക് കറണ്ട് ഡേയിലെ ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്ന മൾട്ടിപ്പിൾ കൺഫർമേഷൻ കിട്ടിയാൽ പോലും ഒരു 3 ലെവൽ കൺഫർമേഷൻ എന്നൊരുപരി ഒരു 5 ലെവൽ ഓഫ് കൺഫർമേഷൻ എടുക്കുക. നമ്മൾ എപ്പോഴും 3 ലെവൽ കൺഫർമേഷൻ ആണ് എടുക്കുന്നത്. പ്രീവിയസ് ഡേയിൽ സെല്ലേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചിട്ട് കറണ്ട് ഡേയിൽ സെല്ലേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കൺഫർമേഷൻ 3 to 2 ലെവൽ കൺഫർമേഷൻ ഇനഫ് ആണ്. സോ പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് പ്രീവിയസ് ഡേയിൽ സെല്ലേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് കറണ്ട് ഡേയിൽ വീണ്ടും മാർക്കറ്റ് മുകളിലേക്കാണ് പോകുന്നത്. കറണ്ട് ഡേയിൽ ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചിട്ട് പ്രീവിയസ് ഡേയിൽ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് കണ്ട് ചെയ്യുകയാണ്. സോ അത് എന്തുമാത്രം പ്രീവിയസ് ഡേയിൽ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് എവിടെ ഉണ്ടോ അതിന് അത്രമാത്രം മാർക്കറ്റ് മുകളിലേക്ക് പോകും. സോ അതിന് ആ ഒരു മൊമെന്റം മുകളിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഹണ്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ മുകളിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ മാക്സിമം നമുക്ക് ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്ന കൺഫർമേഷൻ എടുക്കണം. സ്റ്റോപ്പ് ലോസ് ക്ലിയർ ആവുകയും വേണം. വൺസ് സ്റ്റോപ്പ് ലോസ് ഇവിടം വരെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റ് ഹൈ
ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പിന്നെ മാർക്കറ്റിൽ സ്റ്റോപ്പ് ലോസ് മുകളിൽ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഒന്നും തന്നെ ഇല്ല എന്ന്. കാരണം സ്റ്റോപ്പ് ലോസ് വേറെ ഒന്നും തന്നെ ഇല്ല. ഇതാണ് മാക്സിമം ഒരു സെല്ലേഴ്സിന് വെക്കാൻ പറ്റിയ മാക്സിമം സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. സോ അവർക്ക് ഇത്രയും പ്രോഫിറ്റ് കിട്ടിയിട്ട് ഈ പ്രോഫിറ്റ് മൊത്തം 50 to 60 അബവ് അല്ലെങ്കിൽ 80% അവരുടെ പ്രോഫിറ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് അവർ ഒരിക്കലും പൊസിഷൻ കീപ്പ് ചെയ്യത്തില്ല. അവർ തീർച്ചയായിട്ടും എക്സിറ്റ് ചെയ്യും. സോ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഈ ഹൈ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു പർട്ടിക്കുലർ ബൗൺസിംഗ് ലെവലിന്റെ ഹൈ കട്ട് ചെയ്യുമ്പോൾ തന്നെ അവർ എക്സിറ്റ് ചെയ്ത് തീർച്ചയായിട്ടും പോകും. കാരണം അവർ സ്റ്റോപ്പ് ലോസ് ഹോൾഡ് ചെയ്യത്തില്ല. അല്ലെങ്കിൽ മാർക്കറ്റ് ആ പ്രോഫിറ്റ് ഈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോ അവർ ആ പൊസിഷൻ കീപ്പ് ചെയ്യത്തില്ല. അവർ ഹൈ കട്ട് ചെയ്യുമ്പോൾ തന്നെ അവർ എന്ത് ചെയ്യും, പൊസിഷൻ എക്സിറ്റ് ചെയ്യും. സോ മുകളിൽ ഈ ഒരു ഹൈ കട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. മാർക്കറ്റിനെ ലെറ്റ് മാർക്കറ്റ് ഗോ. മാർക്കറ്റ് എന്തുമാത്രം മാർക്കറ്റ് മാക്സിമം പീക്ക് ലെവലിൽ സെല്ലേഴ്സ് ഉണ്ട്, ആ സെല്ലേഴ്സിന്റെ ഈ ഒരു പോയിന്റിൽ നിന്നാണ് സെല്ലേഴ്സ് ആക്ടിവേറ്റ് അയക്കുന്നത്. ഇവിടെ നിന്നാണ് മാർക്കറ്റ് എൻഡ് ഓഫ് ദ ഡേ മാർക്കറ്റ് സെല്ലേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ഇവിടെയാണ് 2 ലെവൽ ഓഫ് സെല്ലേഴ്സിന് മാർക്കറ്റ് ആക്ടിവേറ്റ് ചെയ്യിച്ചേക്കുന്നത്. ബോത്ത് നിഫ്റ്റി ആയിക്കോട്ടെ സെൻസസ് ആയിക്കോട്ടെ സെല്ലേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചേക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ അതുപോലെ തന്നെ ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ നിന്നാണ് മാർക്കറ്റ് സെല്ലേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തത്. സോ മാർക്കറ്റ് മാക്സിമം എന്തുമാത്രം അവരെ എക്സിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ അത്രമാത്രം മാർക്കറ്റ് എക്സിറ്റ് ചെയ്യിപ്പിക്കുക. സോ ഈ ഒരു റൗണ്ട് നമ്പറിന്റെ മുകളിലാണ് സെല്ലേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള പീക്ക് ലെവൽ. പക്ഷെ നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റിയിൽ ഈ ഒരു പർട്ടിക്കുലർ ബൗൺസിംഗ് ലെവലിന്റെ മുകളിലാണ് സെല്ലേഴ്സ് ഉള്ളൂ. പിന്നെ വേറെ സെല്ലേഴ്സ് അവൈലബിൾ അല്ല. പിന്നെ പ്രീവിയസ് ഡേ ഹൈ ഉണ്ട്. പ്രീവിയസ് ഡേ ഹൈയിൽ അത്ര ഇമ്പോർട്ടന്റ് അല്ല. കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റ് പ്രീവിയസ് ഡേ ഹൈന്ന് സെല്ലിങ് വന്നിട്ട് പിന്നെ ഇത്രയും വലിയൊരു ബൗൺസ് ബാക്ക് നടന്നിട്ടുണ്ട്. സോ ഇവിടെ സെല്ലേഴ്സ് അവൈലബിൾ അല്ല. ഇവിടെയാണ് പിന്നെ സെല്ലേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. അവരുടെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു പർട്ടിക്കുലർ ലെവലിലും അവൈലബിൾ ആയിട്ടുള്ളൂ. ഇവിടുന്ന് ഇവിടം വരെയുള്ള ഒരു ബൗൺസ് ബാക്കിൽ സെല്ലേഴ്സ് അവൈലബിൾ അല്ല. കാരണം 50 to 60 അബവ് പെർസെന്റേജ് ഇവിടെ റിട്രേസ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടുത്തെ സെല്ലേഴ്സ് സ്ട്രോങ് അല്ല. പക്ഷെ ഇവിടുത്തെ സെല്ലേഴ്സ് സ്ട്രോങ് ആണ്. സോ അവരെ മാർക്കറ്റ് കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്തു, ബ്രേക്ക് ചെയ്തു. സോ അവർ സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ സെൻസസ് നോക്കിക്കഴിഞ്ഞാലും പ്രീവിയസ് ഹൈന്ന് ഇത്രയും റീട്രേസ്മെന്റ് വന്നുകൊണ്ട് തന്നെ ഇവിടുത്തെ സെല്ലേഴ്സ് സ്ട്രോങ് അല്ല. സോ ഇവിടുന്ന് സെല്ല് ചെയ്തേക്കുന്ന സെല്ലേഴ്സ് ആണ് സ്ട്രോങ് ആയിട്ടുള്ളത്. അവരുടെ ഹൈ കട്ട് ചെയ്യുമ്പോൾ തന്നെ മാർക്കറ്റിൽ എന്ത് ചെയ്യും, മാർക്കറ്റിൽ സ്റ്റോപ്പ് ലോസ് ക്ലിയർ ആകും. സെല്ലേഴ്സും സ്റ്റോപ്പ് ലോസ് ഒന്നും തന്നെ പിന്നെ ഇല്ല. സോ നിഫ്റ്റിയിൽ പിന്നെ ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ബയേഴ്സിനെ മാക്സിമം ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുക, എന്നിട്ട് ബയേഴ്സിന് ഓപ്പോസിറ്റ് ട്രേഡ് ചെയ്യുക. ഇവിടുന്ന് ബയേഴ്സ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. സ്ട്രോങ് ക്യാൻഡിൽ ബയേഴ്സ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. 24,500 ബയേഴ്സ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഹൈ കട്ട് ചെയ്യുമ്പോൾ ബയേഴ്സ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. സോ 1, 2, 3, 4 ലെവൽ ബയേഴ്സ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. സോ 4 ലെവൽ ബയേഴ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺഫർമേഷൻ, എൻഗൾഫിംഗ് കൺഫർമേഷൻ. ആ എൻഗൾഫിംഗ് കൺഫർമേഷൻ ഈ ഒരു ക്യാൻഡിൽ എൻഗൾഫിംഗ് കൺഫർമേഷൻ വന്നിട്ടുണ്ട്. 40% സ്റ്റോപ്പ് ലോസും 40% ടാർഗറ്റും വെക്കുക. അറ്റ്ലീസ്റ്റ് ടാർഗറ്റ് 40% കറക്റ്റ് 40% വെക്കുകയാണെങ്കിൽ 1:1 എന്നുള്ള റിസ്ക് റിവാർഡ് വെക്കുകയാണെങ്കിൽ കറക്റ്റ് നമുക്ക് ടാർഗറ്റ് അച്ചീവ് ആവും. കണ്ടോ, മാർക്കറ്റ് ഇവിടുന്ന് കറക്റ്റ് ടാർഗറ്റ് തന്നിട്ടുണ്ട്. പിന്നെയാണ് മാർക്കറ്റ് റിവേഴ്സ് അയക്കുന്നത്. സോ അത് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറയുന്നത് മാക്സിമം എവിടെ നിന്നാണ് ഏതൊരു പർട്ടിക്കുലർ ലെവലിൽ നിന്നാണ് സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ക്ലിയർ ആയിട്ടുള്ളത് അത് ക്ലിയർ ചെയ്തിട്ട് പിന്നെ ഓപ്പോസിറ്റ് മാക്സിമം ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള ലെവലിലേക്ക് നമുക്ക് ട്രേഡ് ചെയ്യാം. 1:1 റിസ്ക് റിവാർഡ് 1:1 എന്നുള്ള റിസ്ക് റിവാർഡ് റേഷ്യോ വെക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ടാർഗറ്റ് നമുക്ക് ഇവിടെ അച്ചീവ് ആയിട്ടുണ്ട്. സോ ഇതാണ് ഇവിടെ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ നമ്മളിവിടെ ട്രേഡ് ചെയ്യരുത്. 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ട്രേഡ് ചെയ്യരുത്, അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുവാണെങ്കിൽ റിസ്ക് റിവാർഡ് റേഷ്യോ ഫിക്സ് ആക്കിയിട്ട് ട്രേഡ് ചെയ്യേണ്ടി വരും. കാരണം വെച്ചാൽ പ്രീവിയസ് ഡേയിൽ മാർക്കറ്റ് സെല്ലേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് കറണ്ട് ഡേയിൽ ആ ഡ്രാസ്റ്റിക് മൊമെന്റത്തോടെ തന്നെ ബൈ മാർക്കറ്റ് ക്ലിയർ ചെയ്യുവാണ്. സോ പ്രീവിയസ് ഡേയിൽ സെല്ലേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യിച്ചിട്ട് കറണ്ട് ഡേയിൽ സെല്ലേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുവാണെങ്കിൽ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ ലെവൽ വെച്ചിട്ട് എവിടെ നിന്നാണ് ആക്ടിവിറ്റി ചെയ്യിപ്പിച്ചേക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ ലെവൽ ടാർഗറ്റ് വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. പക്ഷേ ഈ ഒരു സിനാരിയോ എന്ന് പറയുന്നത് മാർക്കറ്റ് ഡയറക്ട്ലി സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അണ്ട് ചെയ്യുവാണ്. സോ ഇവിടെ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല. സോ ഇവിടെ മാക്സിമം ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് എൻട്രി എടുക്കാം 1:1 എന്നുള്ള റിസ്ക് റിവാർഡ് റേഷ്യോയിൽ. സോ ബാങ്ക് നിഫ്റ്റിയിൽ ഇങ്ങനെയാണ്. സെൻസസ് നോക്കുവാണെങ്കിൽ സെൻസസും ഇതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ലെവലിൽ നിന്ന് ഈ ഒരു ലെവലിൽ നിന്നും ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ചെയ്യുന്ന ബയേഴ്സ് ആക്ടിവേറ്റ് ആവും. സ്ട്രോങ് ക്യാൻഡിൽ ബയേഴ്സ് ആക്ടിവേറ്റ് ആവും. 80,000 ബയേഴ്സ് ആക്ടിവേറ്റ് ആവും. പിന്നെ ബാങ്ക് നിഫ്റ്റി ഈ ഒരു ഹൈ കട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇവിടെ വീണ്ടും ബയേഴ്സ് ആക്ടിവേറ്റ് ആവും. സോ ഇത് ഈ ഒരു പർട്ടിക്കുലർ ലെവൽ റെസിസ്റ്റൻസ് ആയിട്ട് കണ്ടിട്ട് എന്ത് ചെയ്യും, തിരിച്ച് മാർക്കറ്റ് റിവേഴ്സ് ആകും. സോ ഇവിടെ ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അതായത് ഒരു ഇൻഡെക്സ് ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് മറ്റൊരു ഇൻഡെക്സ് ഒരു റെസിസ്റ്റൻസ് ലെവലിൽ ടച്ച് ചെയ്ത് നിൽക്കുമ്പോഴേക്കും അവിടുന്ന് ബ്രേക്ക് ഔട്ട് ഫേക്ക് ഔട്ട് ആയിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആവും. സോ ഇവിടെ
സെൻസസിൽ ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ നിന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ 150 പോയിന്റ് സ്റ്റോപ്പ് ലോസും 150 പോയിന്റ് ടാർഗറ്റും വെക്കാം. 1:1 കറക്റ്റ് 1:1 റിസ്ക് റിവാർഡ് റേഷ്യോ നമുക്ക് അച്ചീവ് ആയിട്ടുണ്ട് ബോത്ത് നിഫ്റ്റി സെൻസസ് നിഫ്റ്റിയിലും സെൻസസിലും. ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റി മാക്സിമം സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ നിന്നാണ്. സെല്ലേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചു പ്രീവിയസ് ഡേയിൽ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് മൊത്തം ക്ലിയർ ചെയ്ത് മാർക്കറ്റ് മാക്സിമം സ്റ്റോപ്പ് ലോസ് ക്ലിയർ ചെയ്തിട്ട് ഹൈയുടെ അടുത്ത് നിയർ ബൈ വന്ന് നിൽക്കുകയാണ്. വേറെ സ്റ്റോപ്പ് ലോസോ കാര്യങ്ങളൊന്നുമില്ല. നിഫ്റ്റി നോക്കുവാണെങ്കിൽ നിഫ്റ്റി ഒരു പീക്ക് ലെവൽ ബ്രേക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. സെൻസസ് വേറെ ലെവലിൽ നിന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ടാണ് നിൽക്കുന്നത്. സോ മുകളിൽ വേറെ സ്റ്റോപ്പ് ലോസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ ഒരു മൊമെന്റ് നോക്കുവാണെങ്കിൽ ഇവിടെ വേറെ സ്റ്റോപ്പ് ലോസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ 50% എബവ് നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് വന്നിട്ടുണ്ട്. സോ ഇവിടെ ബയേഴ്സ് ആക്ടിവേറ്റ് ആവും. ക്ലോസിംഗ് പ്രൈസിൽ നിന്ന് ബയേഴ്സ് ആക്ടിവേറ്റ് ആവും. പിന്നെ ഈ ഒരു ബൗൺസിംഗ് ലെവലിന്റെ മുകളിൽ നിന്ന് ബയേഴ്സ് ആക്ടിവേറ്റ് ആവും. പിന്നെ 50% എബവ് ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ട് ഫിബൊനാച്ചി റിട്രേസ്മെന്റ് 50% എബവ് ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ട് ബയേഴ്സ് ആക്ടിവേറ്റ് ആവും. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ നിന്ന് ബയേഴ്സ് ആക്ടിവേറ്റ് ആവും. ക്ലോസിംഗ് പ്രൈസിൽ നിന്ന് ബയേഴ്സ് ആക്ടിവേറ്റ് ആവും. പിന്നെ സ്ട്രോങ് ക്യാൻഡിൽ കണ്ടുകൊണ്ട് ബയേഴ്സ് ആക്ടിവേറ്റ് ആവും. അതുപോലെ തന്നെ ഈ ഒരു ഫിബൊനാച്ചി റിട്രേസ്മെന്റ് 50% എബവ് മാർക്കറ്റ് വന്നിട്ടുണ്ട്. സോ ബാങ്ക് നിഫ്റ്റിയിലും ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇവൻ ദോ സെല്ലേഴ്സ് അവൈലബിൾ ആണെങ്കിൽ അവരുടെ സ്റ്റോപ്പ് ലോസ് ക്ലിയർ ആക്കിയിട്ടുണ്ട് 50% എബവ്. പക്ഷെ ബയേഴ്സിനെ മാർക്കറ്റ് എന്ത് ചെയ്തു ആക്ടിവേറ്റും ചെയ്യിപ്പിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ ഒരു പ്രോപ്പർ ആയിട്ടൊരു എൻഗൾഫിംഗ് ക്യാൻഡിൽ ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാം. ഇവിടെ പ്രോപ്പർ ആയിട്ടൊരു ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇതാണ്, ഈ ഒരു ക്യാൻഡിലാണ്. സോ ഈ ഒരു ക്യാൻഡിൽ എൻട്രി എടുക്കാം. 100 പോയിന്റ് സ്റ്റോപ്പ് ലോസും 100 പോയിന്റ് ടാർഗറ്റും വെക്കാം. നമുക്ക് അവിടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും അച്ചീവ് ആയിട്ടുണ്ട്. വേറൊരു ക്യാൻഡിലും പ്രോപ്പർ എൻഗൾഫിംഗ് തന്നിട്ടില്ല. ഈ ഒരു ഒറ്റ ക്യാൻഡിൽ മാത്രമേ എൻഗൾഫിംഗ് എന്തെങ്കിലും തന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു ക്യാൻഡിൽ നമ്മൾ എൻട്രി എടുക്കുന്നത്. ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, മാർക്കറ്റ് മാക്സിമം ബാങ്ക് നിഫ്റ്റി സെൻസസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിൽ താഴത്തേക്ക് വന്നിട്ടുണ്ട്. സോ ബാങ്ക് നിഫ്റ്റിയിലെ നല്ല സ്റ്റോപ്പ് ലോസ് ബയേഴ്സിന്റെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആയിരിക്കും. സോ അതുകൊണ്ടായിരിക്കും മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് വന്നിട്ട് എന്നിട്ട് മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഇതായിരുന്നു നമുക്ക് സെപ്റ്റംബർ 1 മാർക്കറ്റിന്റെ അനാലിസിസ് എന്ന് പറയുന്നത്. അത് പുട്ട് സൈഡ് ആണ് എൻട്രി വരുന്നത്. ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്ത് സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ആണ് പ്രീവിയസ് ഡേയിൽ ഉള്ള 2 ലെവൽ ഓഫ് സെല്ലേഴ്സിന്റെ മാർക്കറ്റ് ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും ബയേഴ്സിനെ കംപ്ലീറ്റ്ലി സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ക്ലിയർ ചെയ്ത് ഈ മുകളിലൊന്നും സ്റ്റോപ്പ് ലോസ് ഇല്ലാന്ന് കൺഫേം ചെയ്തിട്ടാണ് പിന്നെ മാർക്കറ്റിൽ നമ്മൾ ഇവിടെ എൻട്രി എടുത്തേക്കുന്നത്. കാരണം 50% എബവ് റീട്രേസ്മെന്റ് വന്നിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ മൾട്ടിപ്പിൾ തവണ സ്വിംഗ് ക്രിയേറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ബയേഴ്സിനെ ആക്ടിവേറ്റ് അവിടെ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്തത് കൂടാതെ പുതിയ ബയേഴ്സിനെ മാർക്കറ്റ് ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. സോ ബൗൺസിംഗ് ലെവലിൽ നിന്നും ബയേഴ്സ് വരും. ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ചെയ്യുമ്പോഴും ബയേഴ്സ് വരും. 50% റീട്രേസ്മെന്റ് എബവ് മാർക്കറ്റ് വരുമ്പോൾ ബയേഴ്സ് വരും. അതുകൂടാതെ മൾട്ടിപ്പിൾ സ്വിംഗ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ബയേഴ്സ് ആക്ടിവേറ്റ് ആവും. സോ ഈ ഒരു മൊമെന്റം കണ്ടുകൊണ്ട് തീർച്ചയായിട്ടും സെല്ലേഴ്സ് ഇവിടെ പൊസിഷൻ എക്സിറ്റ് ചെയ്യും. സെല്ലേഴ്സിന്റെ നോ സ്റ്റോപ്പ് ലോസ് ആണ്. സോ മാർക്കറ്റിന് മുകളിലേക്ക് പോകാൻ വേറെ സ്പേസ് ഇല്ല. അതുകൊണ്ട് മാർക്കറ്റ് താഴത്തേക്ക് വരും. ആ ഒരു സിനാരിയോയിൽ ആ ഒരു കേസിലാണ് നമ്മൾ ഇവിടെ എൻട്രി വരുന്നത്. ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ, ഇതാണ് ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഈ എൻഗൾഫിംഗ് ക്യാൻഡിൽ വരുമ്പോൾ നമ്മൾ പുട്ട് സൈഡ് എൻട്രി എടുക്കും. സോ ഇതാണ് സെപ്റ്റംബർ 21 മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ ക്ലിയർ ചെയ്യാം. നിഫ്റ്റിയിലാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും സെൻസസിലാണെങ്കിലും പ്രീവിയസ് ഡേയിൽ സെല്ലേഴ്സിനാണ് മാർക്കറ്റ് ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ക്ലോസ് ചെയ്തേക്കുന്നത്. ബോത്ത് ലെവൽ ഇൻഡെക്സിൽ 2 ലെവൽ ഓഫ് സെല്ലേഴ്സ് അവൈലബിൾ ആണ്. സോ ഈ സെല്ലേഴ്സിന്റെ മാർക്കറ്റ് എന്ത് ചെയ്യും, സെല്ലേഴ്സിനെ ഓപ്പണിംഗിൽ തന്നെ മാർക്കറ്റ് സെല്ലേഴ്സിനെ കംപ്ലീറ്റ്ലി മാർക്കറ്റ് എന്ത് ചെയ്ത് ബ്രേക്ക് ചെയ്ത് സ്വിംഗ് ക്രിയേറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് എക്സിറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. സെല്ലേഴ്സിന്റെ നോ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. സ്റ്റോപ്പ് ലോസ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ പുട്ട് സൈഡ് എൻട്രി എടുത്തേക്കുന്നത്. ബോത്ത് ഇൻഡെക്സ് പുട്ട് സൈഡ് എൻട്രി എടുത്തേക്കുന്നത്. നിഫ്റ്റിയും സെൻസസും ബാങ്ക് നിഫ്റ്റിയിലും പുട്ട് സൈഡ് എൻട്രി എടുത്തേക്കുന്നത്. നിഫ്റ്റിയിൽ ഹൈ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഒരു പർട്ടിക്കുലർ ബൗൺസിംഗ് ലെവലിൽ നിന്ന് വന്നേക്കുന്ന ഹൈ ബ്രേക്ക് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ എൻട്രി വരും. അതുപോലെ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് കാണിക്കുവാണെങ്കിൽ ഇവിടെ ഈ ഹൈ ക്ലിയർ ചെയ്തേക്കുന്ന ഒരു 9.55-നാണ്. അതേ 9.55 തന്നെയാണ് നിഫ്റ്റി സെൻസസ് റെസിസ്റ്റൻസിൽ വന്നിരിക്കുന്നത്. അതേ 9.55 ക്യാൻഡിലാണ് 9.55 ക്യാൻഡിൽ. ഇതാണ് 9.55 ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ, സ്ട്രോങ് ആയിട്ടൊരു എൻഗൾഫിംഗ് ക്യാൻഡിൽ ബാങ്ക് നിഫ്റ്റിയിൽ വന്നേക്കുന്നത് കണ്ടോ. ഇവിടെ നിന്നാണ് ബോത്ത് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ കമ്പയർ ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഇതാണ്. നിഫ്റ്റി ഒരു മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസിന്റെ ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് മുകളിൽ നിൽക്കുവാണ്. അതുകൂടാതെ സ്ട്രോങ് മൂവ്മെന്റത്തോടെയാണ് മുകളിലേക്ക് വരുന്നത് നിഫ്റ്റി. ഇങ്ങനെ ഈ ഒരു സ്ട്രോങ് മൂവ്മെന്റത്തോടെ മുകളിലേക്ക് വരുന്നു.
ഇവിടെയാണ് സെല്ലേഴ്സ് മാക്സിമം അവൈലബിൾ ആയിട്ടുള്ളത്. ഈ മുകളിലൊന്നും സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഇല്ല. സോ ഈ ഒരു മൊമെന്റം കണ്ടുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ സെല്ലേഴ്സ് എക്സിറ്റ് ചെയ്യും പാനിക് ആയിട്ട്. ഈ ഒരു മൊമെന്റം കണ്ടുകൊണ്ട് പുതിയ ബയേഴ്സിനെ ഇവിടുന്ന് ആക്ടിവേറ്റും ചെയ്യും. കാരണം സ്വിംഗ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് പുതിയ ബയേഴ്സും ആക്ടിവേറ്റ് ആകും. സ്ട്രോങ് മൊമെന്റം കണ്ടുകൊണ്ട് സെല്ലേഴ്സും എക്സിറ്റ് ചെയ്യും, പുതിയ ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യും. 24,500 ബ്രേക്ക് ചെയ്യുന്ന കണ്ടുകൊണ്ട് വീണ്ടും ബയേഴ്സ് ആക്ടിവേറ്റ് ആകും. ഈ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്യും. പിന്നെ പുതിയ ബയേഴ്സ് ഇവിടെ ആഡ് ആവുകയും ചെയ്യും. സോ പുതിയ ബയേഴ്സ് ആഡ് ആയി ബയേഴ്സിനെ കിട്ടിക്കഴിയുമ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യും? റിവേഴ്സ് ആണ്. ഈ ഒരു സൈക്കോളജിയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. കറക്റ്റ് 9:55 തന്നെയാണ് പുതിയ ബയേഴ്സിനെ മാക്സിമം ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അതേ 9:55 തന്നെയാണ് ഈ റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് സെൻസസ് റിവേഴ്സ് അയക്കുന്നത്. അതേ 9:55 തന്നെയാണ് ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള എൻഗൾഫിംഗ് ക്യാൻഡിൽ മാർക്കറ്റ് തന്നിരിക്കുന്നത്. ഇവിടെ വേറെ സ്റ്റോപ്പ് ലോസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തേക്കുന്നത്? ഈ ഒരു 54,500 ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് റിവേഴ്സ് അയക്കുന്നത്. മാർക്കറ്റിന് ഇനഫ് ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് കിട്ടിയോണ്ടാണ് ഈ 54,000 നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്തേക്കുന്നത്? ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് റിവേഴ്സ് അയക്കുന്നത്. പക്ഷെ ഈവൻ ദോ മാർക്കറ്റ് അവിടുന്ന് റിവേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ പോലും ഇവിടുന്ന് എന്തുകൊണ്ടാണ് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോയേക്കുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത്, ഇവിടുന്ന് അതായത് ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ നിന്ന് ഈ 54,000 എന്നുള്ള ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് പുതിയ ബയേഴ്സിനും സെല്ലേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതായത് പുതിയ സെല്ലേഴ്സിനെ ഈ 54,000 എന്നുള്ള ലെവലിൽ നിന്ന് മാർക്കറ്റ് പുതിയ സെല്ലേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു ലെവലിൽ നിന്ന്. സോ അതുകൊണ്ടാണ് മാർക്കറ്റ് വീണ്ടും പുതിയ സെല്ലേഴ്സ് ന്യൂ സെല്ലേഴ്സ് ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെയാണ് അവർ പുതിയ പൊസിഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോയത്. ഫസ്റ്റ് മാർക്കറ്റിന്റെ അനാലിസിസ് ഇതാണ്. ഓക്കെ, നെക്സ്റ്റ് ഈ വീഡിയോയിൽ കാണാം. ബൈ.